നമസ്കാരം. ഇത് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ചെമ്മീൻ നല്ല തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ചേ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് വേവിക്കാൻ അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ. പിന്നെ സ്പൈസസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരുംജീരകം എല്ലാം ചേർത്ത് ഉപ്പും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേവാനായിട്ട് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ ഓരോന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കണം. ചെമ്മീനൊരു പദത്തിലെടുക്കണം, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കണം. കാരണം ഈ ചെമ്മീൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെയാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചെമ്മീൻ വറക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് തന്നെ മറിച്ചിടണം. ചെമ്മീൻ നമ്മൾ മറച്ചിട്ടു. ഇനി ഇത് ഒരു പദത്തിലെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസിൽ നെയ്യ് അധികം ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മസാലയിൽ നമ്മൾ അധികം നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലേക്ക് നമ്മൾ ഒരു ചെറിയ സബോള ആണെങ്കിൽ 4 സബോള, അതുപോലെ വലുതാണെങ്കിൽ 2 എണ്ണം. അത് അധികം ഗ്രേവി ഉണ്ടാവണമെങ്കിൽ അധികം സവാള നല്ലതാണ്. അപ്പോൾ സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും ചേർത്തു നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കണ്ട, ഞാൻ ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഗരം മസാലയുടെ പൊടി കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം തക്കാളി കുറച്ച് ചേർത്താൽ മതി. തക്കാളി ചെമ്മീൻ ബിരിയാണിയിൽ അധികം പുളി വേണ്ട. അപ്പോൾ ഒരു 1.5 തക്കാളി ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ നല്ല പദത്തിൽ നല്ല സോഫ്റ്റായിട്ട് തക്കാളി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു മസാലയുടെ മിക്സായിട്ട് നല്ല ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല ചെമ്മീനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിനി ഗാർണിഷ് ചെയ്യാനുള്ള സവാള പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് വറുത്തെടുക്കുക. നല്ലോണം നെയ്യ് ഒഴിക്കുക. അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുക. അതിന് ശേഷം സവാള നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ പൊരിച്ചെടുക്കണം. സവാള പൊരിച്ച് മാറ്റി വയ്ക്കുക. നല്ലപോലെ മുരിഞ്ഞ് വന്നാൽ അത് മാറ്റി വയ്ക്കണം. ഇനി നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. അപ്പോൾ റൈസ് ഞാൻ നല്ല പാകത്തിന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മസാല മിക്സ് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള പൊരിച്ചതും അതുപോലെ തന്നെ മല്ലിയിലയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ മിക്സിങ്ങിലാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണിയുടെ ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ നല്ലതാണ്. നെയ്യ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ നെയ്യൊക്കെ ഉരുകി പിടിച്ചോളും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അതോടൊപ്പം നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.